മന്ത്രി വീണ ജോർജിനെതിരെ കാണിച്ച തെമ്മാടിത്തരത്തെക്കുറിച്ചും ചില മാധ്യമപ്രവർത്തകരെങ്കിലും വസ്തുത പറയുന്നതിനെ അംഗീകരിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടതുണ്ടോ? മാതൃഭൂമിയിലെ അഭിലാഷ് മോഹന്റെ ഇന്നത്തെ ചാനൽ ചർച്ചയിലെ ഇൻട്രോയാണ്. നാട് കേൾക്കണം. പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ സത്തയാണ്. ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധിക്കാനും അവരെ തിരുത്താനും പൗരന്മാർക്ക് അവകാശമുണ്ട്. പക്ഷേ ഇന്ന് KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ കാണിച്ചത് പ്രതിഷേധമല്ല, സമരാഭാസമാണ്. റോഡിലൂടെ വാഹനത്തിൽ പോകുമ്പോഴോ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴോ കരിങ്കൊടി കാണിക്കുന്നത് പോലെയല്ല ട്രെയിൻ കയറാൻ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് മന്ത്രിക്ക് നേരെ ഇരച്ചു കയറുന്നത്. പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്ന പരിഹാസ്യമായ ന്യായമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ഏത് പൗരനെയും പോലെ ഭരണഘടന നൽകുന്ന സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള മൗലികാവകാശം മന്ത്രിമാർക്കുമുണ്ട്. അതിനു നേർക്ക് അക്രാമകമായ കടന്നുകയറ്റം നടത്തുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്. മന്ത്രിയുടെ വസതിയിൽ കടന്നുകയറി റീത്ത് വെച്ചിട്ട് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ എന്നോർക്കണം. അഹിംസ സമരാജ്ഞിയാക്കിയ മഹാത്മാഗാന്ധിയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയിലെ യുവതലമുറ ഇത്തരത്തിൽ നിയന്ത്രണമില്ലാതെ ഹൂളിഗനിസം കാണിക്കുന്നത് അപമാനകരമാണ്. തെമ്മാടിത്തത്തെ നിലയ്ക്ക് നിർത്തേണ്ട നേതാക്കൾ അതിനെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരവും. ഈ കടന്നുകയറ്റത്തെ തള്ളിപ്പറയാത്ത കോൺഗ്രസുകാർ എങ്ങനെയാണ് കേരളത്തോട് രാഷ്ട്രീയം സംസാരിക്കുക? അതെ, കരിങ്കൊടി പ്രതിഷേധത്തെയൊന്നും ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ കുറച്ച് ക്യാമറക്കാരെല്ലാം ഞങ്ങൾ വിളിച്ചാൽ വരും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ചില ക്യാമറകളിൽ നേതാവാകാൻ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് അയച്ചു കൊടുത്ത് കുറുക്കു വഴിയിലൂടെ മുഖം അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ഊളകൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളെ അതിനെ പ്രതിഷേധ സമരങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റില്ല. കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ നേതാവാകാൻ പറ്റൂ. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് നേതാവായ ചരിത്രമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഊളത്തരങ്ങൾ കാട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യാൻ വേണ്ടി എത്തുന്ന സന്ദർഭത്തിലും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം അവർക്ക് നേരെ പ്രതിഷേധം എന്ന പേരിൽ ക്യാമറ ഓൺ ചെയ്ത് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തം, അതിനെയൊന്നും പ്രതിഷേധങ്ങളുടെ പട്ടികയിൽ പെടുത്താൻ കഴിയില്ല. ഞാൻ ഹീറോയാണെന്ന് കാണിക്കാൻ വേണ്ടി ചിലരെ ഫോൺ ക്യാമറ ഓണാക്കി മുന്നിലേക്ക് വിട്ടതിന് ശേഷം കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തെ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാനും വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ചില മാധ്യമങ്ങൾക്കകത്തിരിക്കുന്ന വകതിരിവില്ലാത്തവന്മാർ വ്യക്തിവിരോധത്തിന്റെ പേരിൽ എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ച വാക്കുകൾക്കപ്പുറം യാഥാർത്ഥ്യമെന്തെന്ന് അഭിലാഷിന്റെ വാക്കുകളിലുണ്ട്. അതുകൊണ്ട് പ്രതിഷേധത്തെ അല്ല എതിർക്കുന്നത്, വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഈ നാട്ടിൽ പ്രതിഷേധങ്ങളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസം, അതിനെതിരെ തന്നെയാണ് പ്രതികരണങ്ങൾ ശക്തമാക്കേണ്ടത്. ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കേരളത്തിലെ DYFIക്കോ SFIക്കോ ശേഷിയില്ലാത്തവരല്ല. VD സതീശനോ കോൺഗ്രസ് നേതാക്കന്മാരോ റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങി മറ്റൊരിടങ്ങളിലും ഇറങ്ങണ്ട എന്ന് അവർ തീരുമാനിച്ചാൽ ഇറങ്ങില്ല തന്നെ. കുറച്ച് ക്യാമറകളുടെ സംരക്ഷണത്തിന്റെ മുന്നിൽ ഡയലോഗ് അടിച്ച് പോകാമെന്നതിനപ്പുറം അവർ ജനാധിപത്യ മര്യാദ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇവിടത്തെ ഒരു മാപ്രാ തമ്പുരാന്മാരെയും ഭയപ്പെട്ടിട്ടല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോളൂ. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അഭിലാഷ് മോഹന്റെ നിരീക്ഷണം കൃത്യമാണ്.